ഓൺലൈൻ മദ്യവിൽപ്പനയ്ക്ക് തയ്യാറെടുത്ത് ബെവ്കോ. ഇത് സംബന്ധിച്ച് ബെവ്കോ MD സർക്കാരിന് ശുപാർശ സമർപ്പിച്ചു. സ്വിഗ്ഗി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ താൽപര്യം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. ആതിര, ഇനി ക്യൂ നിന്ന് മദ്യം വാങ്ങണ്ട, പകരം ഓൺലൈനായി മദ്യം വിൽപ്പനയ്ക്ക് തയ്യാറെടുക്കുകയാണ് ബെവ്കോയും, അല്ലേ? ഗോപിക, ഇപ്പോൾ ആപ്പിലൂടെ ബുക്ക് ചെയ്യുന്നവർക്ക് മദ്യം വീട്ടിലെത്തിക്കാൻ അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബെവ്കോ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ മൊബൈൽ ആപ്പ് ഇതിനായുള്ള ഒരു മൊബൈൽ ആപ്പ് നിർമ്മാണത്തിലാണ് ബെവ്കോ എന്നും ബെവ്കോയുടെ MD അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണ വിതരണ കമ്പനിയായ സ്വിഗ്ഗി ഈ പദ്ധതിയിൽ താല്പര്യം പ്രകടിപ്പിച്ച് നിലവിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. 3 വർഷം മുമ്പ് തന്നെ ഇത്തരത്തിൽ ബെവ്കോ ഈ മദ്യം ഡോർ ഡെലിവറിയായി എത്തിക്കുന്ന ഈ ഒരു പദ്ധതിയെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നതാണ്. പക്ഷെ അന്ന് സർക്കാർ അനുമതി നൽകിയിരുന്നില്ല. ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ ബെവ്കോ MD ഇത്തരത്തിലൊരു പദ്ധതിയുമായി മുന്നോട്ട് എത്തിയിരിക്കുകയാണ്. മദ്യം ഓൺലൈനായി വിതരണം ചെയ്യുന്നതിന് ഇപ്പോൾ ആപ്പ് പ്രവർത്തനം നടക്കുകയാണെന്നും MD പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത് പ്രകാരം 23 വയസ്സ് പൂർത്തിയാക്കുന്നവർക്ക് മാത്രം നിലവിൽ ഈ ഓൺലൈൻ വഴി മദ്യം നൽകാനാണ് ശുപാർശ. തിരിച്ചറിയൽ കാർഡ് രേഖകൾ പരിശോധിച്ചതിന് ശേഷം ഇത്തരത്തിൽ പ്രായം ഉറപ്പുവരുത്തിയായിരിക്കും ഈ മദ്യം ഡോർ ഡെലിവറിയായി വിതരണം ചെയ്യുക. മദ്യം ഓർഡർ ചെയ്ത് കരിഞ്ചന്തയിൽ വിൽക്കുന്നത് തടയാനായി ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് 3 ലിറ്റർ മദ്യം മാത്രമാണ് വാങ്ങാൻ സാധിക്കുക എന്ന പരിധിയും നിശ്ചയിച്ചിട്ടുണ്ട്. ഈ കൂടുതൽ വിതരണ കമ്പനികളെ ഇത്തരത്തിൽ ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട ടെൻഡർ വിളിക്കും. ഈ പൂർണ്ണമായ ഉത്തരവാദിത്തം, ഈ മദ്യം വിതരണം ചെയ്യുന്നതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം ആ കമ്പനിക്കായിരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഈ കോവിഡ് കാലത്താണ് ഇത്തരത്തിൽ ആപ്പ് വഴി ബുക്ക് ചെയ്ത മദ്യം വാങ്ങുന്ന ഒരു സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു അന്ന്. അപ്പൊ അതിനുശേഷം പിന്നീട് ഇത്തരത്തിൽ ഡോർ ഡെലിവറിയായി മദ്യം വിതരണം ചെയ്താലോ എന്ന ആലോചനയിൽ ബെവ്കോ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് സർക്കാർ അനുമതി നൽകാത്തതിനെ തുടർന്ന് അത് ഉപേക്ഷിക്കുകയായിരുന്നു. 3 വർഷങ്ങൾക്കിപ്പുറം ഇപ്പോൾ വീണ്ടും മദ്യം ഓൺലൈനായി വിൽപ്പന നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ടെൻഡർ വിളിച്ചിരിക്കുകയാണ്. സ്വിഗ്ഗി ഉൾപ്പെടെയുള്ള കമ്പനികൾ രംഗത്തെത്തിയിരിക്കുന്നു. പക്ഷേ സർക്കാർ ഇപ്പോഴും അനുമതി നൽകുന്ന കാര്യം സംശയത്തിലാണ്. കാരണം തെരഞ്ഞെടുപ്പ് എടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ഒരു പദ്ധതിക്ക് അനുമതി നൽകി കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ സർക്കാരിനൊരു തിരിച്ചടിയാകും. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ ഈ ഒരു മദ്യം ഓൺലൈനായി വിൽക്കുന്ന ഈ ബെവ്കോയുടെ ഈ ഒരു പദ്ധതിക്ക് അനുമതി നൽകാനുള്ള സാധ്യത തീരെ കുറവാണ്. ഗോപിക, ശരി. ഓൺലൈൻ മദ്യവിൽപ്പനയ്ക്ക് തയ്യാറെടുത്ത് ബെവ്കോ. ഇത് സംബന്ധിച്ച് ബെവ്കോ MD സർക്കാരിന് ശുപാർശ സമർപ്പിച്ചു. സ്വിഗ്ഗി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ താൽപര്യം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ആതിരയാണ് വിവരങ്ങൾ നൽകിയത്.